ഗൈസ്, ഞാനിപ്പം ഈ ഒരു പ്രത്യേക കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാ. എനിക്കുണ്ടായ ഈ അനുഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ പറയാൻ പോവുകയാണ്. +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ തൊണ്ടയിൽ ഒരു ചെറിയ വീക്കം പോലെ കണ്ടു. ഈ വീക്കം അന്ന് എന്റെ ക്ലാസ്സിലെ ഒരു കൊച്ച്, അല്പം വിവരമുള്ള ഒരു കൊച്ച് എന്നോട് പറഞ്ഞു, എടി ഇത് തൈറോയിഡിന്റെ പ്രശ്നമാണ്, നീ അതുകൊണ്ട് ആശുപത്രി കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു ഹോമിയോ ഉണ്ട്. എന്റെ തന്തപ്പടി കൊണ്ടുവന്ന് ഹോമിയോ ആശുപത്രി കൊണ്ടുവന്ന് കാണിച്ച്. ഹോമിയോ ആശുപത്രി കൊണ്ടുവന്ന് കാണിച്ചപ്പോ അങ്ങേര് പറഞ്ഞ് മരുന്ന് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ്. എന്നിട്ട് എനിക്ക് കുറെ ഗുളികയൊക്കെ എഴുതി തന്നു. ഞാൻ ഒരു 4-5 കൊല്ലക്കാലം ഈ ഗുളിക കഴിച്ചിട്ടും എന്റെ ഈ തൊണ്ടയിലെ മുഴ വലുതാകുന്നല്ലാതെ ഇത് കുറയുന്നില്ല. എന്റെ മനസ്സിലെ വിശ്വാസം ഇത് ശരിയാകുന്നു എന്നുള്ള രീതിയാ. രണ്ടാമത് പിന്നെ ഇത് എനിക്ക് കുറച്ച് വിവരം വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ അവിടെ കോട്ടയത്തെ ആശുപത്രി കൊണ്ടുവന്ന് കാണിച്ച്. അതൊരു ക്ലിനിക്കായിരുന്നു. ആ ഡോക്ടറിന്റെ അടുത്ത് ക്യൂ ആയിട്ട് ആൾക്കാർ നിൽക്കും. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ ഡോക്ടർ ആണെങ്കിൽ എന്നെ പിടിച്ചു കിടത്തിയിട്ട് എന്റെ കാലിൽ ചുറ്റിയ കൊണ്ട് അടിച്ചു നോക്കുന്നു, എന്റെ കൈത്തണ്ട ചുറ്റിയ കൊണ്ട് അടിച്ചു നോക്കുന്നു, എന്റെ കഴുത്ത് ഞെക്കി നോക്കുന്നു, എന്റെ വയറ് ഞെക്കി നോക്കുന്നു, എന്റെ തലമണ്ടിക്ക് മാത്രം അടി കിട്ടാതെ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ നല്ല ഡോക്ടർ ആയിരിക്കും, ഇങ്ങനെ ഞെക്കി പിടിച്ചൊക്കെ നോക്കുന്നുണ്ടല്ലോ. അപ്പൊ മരുന്ന് എനിക്ക് തന്നു, ഒരു കുപ്പി മരുന്ന് തന്നു, രാവിലെ വെറുമേറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. ആ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ എന്റെ തൈറോയ്ഡ് ലെവലൊക്കെ നോർമലായി. TSH ഒക്കെ നമ്മൾ നോക്കത്തില്ലേ, അതൊക്കെ നോർമൽ ആയിരുന്നു. എനിക്ക് ഈ മുഴ വലുതാകുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ആ മരുന്ന് കുറെ കാലം കഴിച്ചു. ആ മരുന്ന് കഴിച്ചിട്ട് എന്റെ തൊണ്ടയിലെ മുഴയ്ക്ക് ഒരു മാറ്റവും കണ്ടില്ല. അവസാനം ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തി. ഞാൻ വിചാരിച്ചു ഇനി ആശുപത്രിയിൽ ഒരു കോപ്പിലും പോകുന്നില്ല, ഇനി ഇപ്പൊ എന്നാ ചെയ്യുന്നത്, ഈ മരുന്ന് പോലെ വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒരു 3 വർഷക്കാലം വീണ്ടും മരുന്ന് കഴിക്കാതെ ഇങ്ങനെ ഇരുന്നു. മരുന്ന് കഴിക്കാതിരുന്നു കഴിഞ്ഞപ്പോഴും മുഴ വളരുന്നതിന് യാതൊരു കുറവുമില്ല. പിന്നെ ഞാൻ എന്ത് വിചാരിച്ച്, പോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാന്ന് ഇരിക്കുമ്പോഴാണ് എന്റെ കല്യാണം വരുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കെട്ടിയൻ എന്നോട് പറഞ്ഞു, എടി നിന്റെ ഈ തൊണ്ട കണ്ടു കഴിഞ്ഞാല് ഈ കൊക്ക് നിറഞ്ഞ കോഴിയുടെ കൂട്ടാന്ന് പറഞ്ഞു. ശരിയാന്നല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ നേരാ, ഞാൻ തൂങ്ങി ഇങ്ങനെ നടക്കുക, മുണ്ടിക്കൊക്കിന്റെ കൂട്ട്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇനിയിപ്പോ എന്നാ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, ഇവിടെ അടുത്തൊരു ഹോമിയോ ആശുപത്രി ഉണ്ട്, പുള്ളി ഭയങ്കര ഹോമിയോയില് വലിയ ആളാ, ഈ രോഗങ്ങൾക്ക് മാത്രമുള്ള മരുന്ന്, അതും പെട്ടെന്ന് മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അമ്മച്ചിയുടെ പേരൊക്കെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, അവരുടെയൊക്കെ ഇതൊക്കെ മരുന്നൊക്കെ കഴിച്ച് മാറിയെന്ന് പറഞ്ഞു. ഞാൻ ഇതിലങ്ങ് അഗാധമായിട്ട് വിശ്വസിച്ചു പോയി. ഞാൻ ചെന്നു, ഡോക്ടറെ കണ്ടു. പുള്ളി എന്നോട് പറഞ്ഞു CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇത്രയും കാലം കണ്ട ഡോക്ടർമാരിൽ ഈ ഡോക്ടർ മാത്രം ആദ്യമായിട്ട് എന്നോട് CT സ്കാൻ എടുക്കാൻ പറഞ്ഞുള്ളൂ. CT സ്കാൻ എടുത്ത് നോക്കിയപ്പോ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്റെ ഈ മുഴ ലെൻസിലോട്ട് കുറച്ച് വളർന്നായിരുന്നു. പുള്ളി പറഞ്ഞു, ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കയറി മേളിലോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ മരുന്ന് കഴിച്ച് നോക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ ഒരേ സൈസ് ഗുളിക 2 കളറുള്ള കുപ്പിയിലാക്കി തന്നു. പിന്നെ ഒരു ഒഴിക്കുന്ന മരുന്നും കലക്കുന്ന മരുന്നോ പിന്നെ ഒരു കുറച്ച് പൊടിയൊക്കെ തന്നു. ഞാനൊരു ആവേശത്തിന് ഈ മരുന്ന് കഴിപ്പ് അങ്ങ് തുടങ്ങി. ഈ മരുന്ന് കഴിപ്പ് തുടങ്ങിയിട്ട് ഈ മരുന്ന് തീർന്നല്ലാതെ എന്റെ ഈ മുഴയ്ക്ക് യാതൊരു മാറ്റം ഉണ്ടായില്ല. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, കല്യാണം കഴിച്ചിട്ട് 4 വർഷം ഞാൻ ഈ മരുന്ന് കഴിച്ചു, എന്നിട്ട് എനിക്കൊരു മാറ്റമില്ല. ഈ മുഴ വലുതായി ഒരു പരുവായി. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് മാറുന്നില്ല. അപ്പൊ ഞാൻ കെട്ടിയവനോട് പറയുന്നുണ്ട്, 3500 രൂപ 2 മാസത്തെ മരുന്നിന്. ഞാൻ കെട്ടിയവനോട് പറയുന്നുണ്ട്, ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ മരുന്ന് മേടിച്ചിട്ട് നമ്മുടെ ഈ തൊണ്ട ഇത് കുറയുന്നില്ലല്ലോ ചെറുക്ക, എന്നെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേനും പുള്ളി പറഞ്ഞ്, ഇനിയിപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചാലോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. അന്നേരം ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കെ ഒരു ദിവസം ഞാൻ വൈകുന്നേരം, ഇത് ദൈവത്തിന്റെ കളിയും കൂടെ ആണെന്ന് നിങ്ങൾ ആലോചിച്ചോണം. പിന്നെ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒന്ന് കരുതിയിരുന്നോണം. നിങ്ങളുടെ TSH ലെവലൊക്കെ നോർമൽ ആണെങ്കിലും തൊണ്ടയിൽ മുഴയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഡോക്ടറെ കൊണ്ട് കാണിക്കണം. അത് നല്ല ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചേ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഡോക്ടർ, ഞാൻ അന്നേരം എനിക്കൊരു ദിവസം വൈകുന്നേരം ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചിയായിട്ട് വർത്താനം പറഞ്ഞ് നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേനുണ്ടല്ലോ, പെട്ടെന്ന് എനിക്കൊരു ഓക്കാനം. അതുവരെ എനിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഈ ഓക്കാനം അങ്ങ് കൂടി. ഈ ഓക്കാനം കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഓടി അകത്ത് വന്ന് ഛർദി അങ്ങ് തുടങ്ങി. ഛർദിച്ചപ്പോ ഈ മഞ്ഞ വെള്ളമൊക്കെയാ പോകുന്നത്. അപ്പൊ ഞാൻ എന്നെ വിചാരിച്ച്, ഇതെന്തോ ഇങ്ങനെ ഇപ്പൊ ഛർദിയൊക്കെ വരാ, ഉടനെ എനിക്കങ്ങ് തളർച്ച ക്ഷീണോ, ഞാനിപ്പോ വീട് പോകും. ഉടനെ ഓട്ടോ വിളിച്ച് ഞാനങ്ങ് പോയി ആശുപത്രി പോയി കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരെ ഏതാണ്ടൊക്കെ അന്നേരം തന്നെ ടെസ്റ്റ് ചെയ്തപ്പോ ക്രിയാറ്റിൻ കൂടുതൽ. അപ്പൊ ഞാൻ അന്നേരം ക്രിയാറ്റിൻ കൂടുതലാകുമ്പോ അതെന്തോ പരിപാടിയാ, ക്രിയാറ്റിൻ എന്തോ കാര്യം അറിയാം. ഞാൻ വെള്ളം കുടിക്കത്തില്ലായിരുന്നു, വെള്ളം കുടിക്കാതിരുന്നിരുന്ന് കിഡ്നി പണി തന്നതാ. അങ്ങനെ ക്രിയാറ്റിൻ അവര് പിന്നെ എന്തോ മരുന്നൊക്കെ കുത്തിയിട്ട് ക്രിയാറ്റിൻ ലെവലൊക്കെ നോക്കി നോർമലാക്കി, എന്തോ 5-6 മരുന്നൊക്കെ കുത്തിയിട്ട് അവര് സത്യം പറഞ്ഞ അവര് പറഞ്ഞു ഇപ്പൊ കൊണ്ടുവന്ന് നന്നായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സംഭവം അങ്ങ് നോർമലായേ.
അപ്പൊ എനിക്ക് വേറെ എക്സ്ട്രാ അസുഖങ്ങളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് അപ്പൊ ഇത് കൊണ്ട് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇനി ക്രിയാറ്റിൻ ലെവൽ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാന്ന് പറഞ്ഞ് റിസൾട്ടും കൊണ്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോ ഈ ജനറൽ ഡോക്ടർ എന്നോട് ചോദിക്കുക തൊണ്ടയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ, തൈറോയ്ഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാ ഉണ്ട് ഡോക്ടറെ. അപ്പൊ എന്നോട് ചോദിച്ചു ഇത് എവിടെയും കൊണ്ട് കാണിക്കുന്നില്ലേ, ഇത് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന എന്തോ കൊച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഹോമിയോ മരുന്ന് കഴിക്കുന്നത്. അപ്പൊ ആ ഡോക്ടറേക്ക് ഹോമിയോ മരുന്നും കഴിച്ചോണ്ട് ഇത് വെച്ചോണ്ടിരിക്കുവാണെന്ന് ചോദിച്ചു. അപ്പൊ ആ പുള്ളി എന്നോട് പറഞ്ഞു ഒട്ടനെ ഇത് എന്താന്ന് വെച്ചാൽ ENT കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ENT കൊണ്ട് കാണിച്ചപ്പോ ENT പറഞ്ഞു ഇതിപ്പോ കുത്തിയെടുത്ത് പരിശോധിക്കുകയൊക്കെ വേണം, ഇതിപ്പോ ഇത്രയും പഴക്കമുള്ളതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അപ്പം ഇപ്പൊ ഞാനിപ്പോ പോയ അടുത്ത് ഒരു ഇച്ചിരി കഴുത്തറപ്പാ. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് അത് ആ ഹോസ്പിറ്റലിൽ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അർജന്റിന് നമ്മൾ എന്തെങ്കിലും പോയി ഇതുള്ളൂ, സർജറിക്ക് ഒന്നും അവിടെ പോയി അഡ്മിറ്റ് ആകാൻ പറ്റത്തില്ല. അപ്പൊ സർജറി എന്നാ പുള്ളി പറഞ്ഞത്. എന്നിട്ട് പിന്നെ എന്നെ അന്നേരം തന്നെ ലാബിൽ പറഞ്ഞു വിട്ട് അവർ ഏതാണ്ടൊക്കെ ടെസ്റ്റ് ഒക്കെ എഴുതി തന്നു ഡോക്ടർ. അതെല്ലാം പോയി നോക്കി. അപ്പൊ അതെല്ലാം പോയി നോക്കിയപ്പോ ഈ മുഴയ്ക്ക് വലിപ്പം കൂടുതലാ. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്ത് ഇതും കൊണ്ട് നമ്മുടെ കൊല്ലത്ത് NS എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, NS ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറയും NS ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാ. എന്റെ കുഞ്ഞിന്റെ സർജറി അവിടെയായിരുന്നു, എന്റെ സർജറി അവിടെ ആയിരുന്നു, എല്ലാം അങ്ങനെ. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഈ റിപ്പോർട്ടും എല്ലാം കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് FNAC ഒക്കെ എടുത്തു നോക്കണം, ഇത് ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോ കൊച്ചെ, ഇത് സർജറി ചെയ്ത് കളയാതെ ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ENT കാണിച്ചു, ഹെഡ് ആൻഡ് നെക്കിന്റെ ഡോക്ടറെയും കാണിച്ചു. ഹെഡ് ആൻഡ് നെക്കിന്റെ ഡോക്ടർ ആദർശ് ഡോക്ടറും ENT അനീഷ് ഡോക്ടറും ആട്ടോ. എന്റെ കൊച്ചിന്റെ സർജറി ഒക്കെ ചെയ്തത് ജക്കബ് ജോൺ സാറാ. കൊച്ചിന്റെ സർജറി എന്നാന്ന് പറഞ്ഞാൽ അവർക്ക് മുച്ചിറിയും അങ്ങാത്തോട്ടൊക്കെയുള്ള പ്രശ്നം. അങ്ങനെ നല്ല ബെസ്റ്റ് ഹോസ്പിറ്റലും നമുക്ക് കുറഞ്ഞ ചെലവുമാണ്, നല്ല ഡോക്ടർമാരുമാണ്. അവരുടെ അടുത്ത് പോയി നമ്മൾ തിരിഞ്ഞു മറിഞ്ഞ് നോക്കണ്ട. അപ്പൊ അങ്ങനെ ഇത് ഹോസ്പിറ്റലിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു സർജറി ഡേറ്റ് ഒക്കെ തീരുമാനിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വന്ന് ഹോസ്പിറ്റലിനോട് പുള്ളി പറഞ്ഞു എടി എന്നാ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, നീ വന്ന് സർജറി ചെയ്ത് കളയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് സർജറിക്കുള്ള എല്ലാം റെഡിയാക്കി എന്നാ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ FNAC ഒക്കെ എടുത്ത് നോക്കി. ഈ FNAC എടുത്ത് നോക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. പിന്നെ FNAC യെ പറ്റി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകാതിരിക്കരുത്. FNAC ഒരു ഇച്ചിരി ഒരു നമ്മളെ പിടിച്ചു കളയും, അതുപോലുള്ള ഒരു കുത്ത. എനിക്ക് ഒരുപാട് മുഴകൾ ഉണ്ടായിരുന്നോണ്ട് ഒരു 5-6 കുത്തെങ്കിലും എന്നെ കുത്തി കാണും. അതോ നമ്മുടെ ഇവിടെ ഇങ്ങനെ ആ സൂചി ഇങ്ങനെ കുത്തി ഇറക്കും. സൂചി കുത്തി ഇറക്കുന്നത് പോട്ടെ, അത് വെച്ച് ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ വെപ്പുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഒരു കുത്തു കുത്തിയപ്പോ ഞാൻ ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ ഇത് പോരെ. ഡോക്ടർ ഇതോ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു എന്റെ ഡോക്ടർ ഒരെണ്ണം താങ്ങാൻ പറ്റുന്നില്ല, പിന്നെ ഈ 3 എണ്ണം ഞാൻ എങ്ങനെ താങ്ങും. പിന്നെ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ എന്റെ കയ്യിലും കാലയിലും കൂടെ ഒക്കെ വന്ന് പിടിച്ച് പിന്നെ എന്നോട് പറഞ്ഞു സാരമില്ല നോക്കാനല്ലേ. ഞാൻ അന്നേരം വിറച്ച് കിടക്കുവാന്ന് നിങ്ങൾ ഓർത്തോണം. പേടി എനിക്ക്. FNAC എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിക്കണമല്ലോ. പിന്നെ CT MRI എടുത്ത് MRI എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ എപ്പോഴും ആശുപത്രി ചെല്ലുമ്പോൾ ഈ തുളയ്ക്കകത്തൂടെ കയറ്റിയൊക്കെ വിടുന്ന കാണുമ്പോൾ ഞാൻ ശരിക്കും ഇതൊക്കെ അതിനകത്തൊക്കെ കിടന്ന് എങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് കിടക്കേണ്ടിയും വന്നു. നമ്മൾ അതിനകത്തൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചു. അതുകൊണ്ട് എല്ലാവരും തുടക്കത്തിലെ എന്ത് അസുഖം ഉണ്ടെങ്കിലും കൊണ്ടുപോയി കാണിച്ചോണം. ദൈവഭാഗ്യത്തിന് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സർജറിയൊക്കെ നല്ലപോലെ തന്നെ കഴിഞ്ഞു. ഡോക്ടർമാർ നല്ല സർജറിക്ക് ഒരു റിസ്ക് ഉണ്ടായിരുന്നു. എന്റെ മുഴ വളർന്ന് താഴോട്ടിറങ്ങിയോണ്ട് എന്റെ വോക്കൽ കോഡിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ചിലപ്പോൾ എന്റെ സൗണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് 80% ഡോക്ടർ പറഞ്ഞതാണ്, സൗണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സൗണ്ട് ഒന്നും പോയില്ല. ഞാന് കണ്ണു തുറന്നപ്പോഴത്തേന് അവര് എന്നോട് പേര് ചോദിച്ചു, പേര് പറഞ്ഞു. നമ്മൾ ആ സമയത്താണ് നമ്മൾ ഡോക്ടർമാരുടെ ഒരു ഇത് കാണേണ്ടത്. അവർ എത്ര മണിക്കൂർ നിന്നാന്നറിയാം അവരൊരു ഓപ്പറേഷൻ. നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആണ്. ഒരു ഡോക്ടറെ ചെന്ന് കാണുക, ആ ഡോക്ടറിന്റെ ഇത് വെച്ച് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മളൊരു കുറ്റം പറയുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഡോക്ടർമാരെ നമ്മൾ ദൈവത്തെ പോലെ കാണണം. എല്ലാ കേസുകളിലും മോശം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അത് ഇപ്പം പറയുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ. അവര് ഭയങ്കരമായിട്ട് എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ സ്ഥാനത്ത് കിടക്കുമ്പം സിസേറിയൻ കഴിഞ്ഞ് എനിക്ക് വീണ്ടും ഒരു ഓപ്പറേഷൻ വരുമെന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഞാൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. അങ്ങനെ അവര് എന്നെ കിടത്തി അവര് എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ ഈ സാധനം നമ്മൾ ഈ കിക്കിന്ന് സൗണ്ട് വെക്കുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ ഹാർട്ടിന്റെ ഇത് അറിയാന്, അത് വെച്ചേക്കും. അപ്പൊ ഇത് ഇവിടുന്ന് പടപടപടപടാന്ന് പറഞ്ഞ് അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ സിസ്റ്റർ ചോദിക്കുക ഇത് എന്തിനാ ഇങ്ങനെ നടന്ന് പേടിക്കുന്ന കൊച്ചെ, ഒരു കുഴപ്പം വരത്തില്ല, കിടന്നോ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ സമാധാനിപ്പിക്കും. ഡോക്ടർ കയറി വന്നപ്പോ ഡോക്ടറിന് മനസ്സിലായി ഇത് ഒരു നടക്കെ പോകത്തില്ല, ഈ പെണ്ണ് പേടിച്ച് ചൂറി ഇപ്പൊ ബോധം പോകുന്നു വിചാരിച്ചു. അങ്ങനെ ഡോക്ടർ പിന്നെ സമാധാനിപ്പിക്കാൻ, ആ ഡോക്ടർ നല്ല കമ്പനി ആയിട്ടുള്ള ഡോക്ടർ അനീഷ് ഡോക്ടർ നല്ലപോലെ നമ്മളെ കെയർ ചെയ്തു.
ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് സെറ്റായി. പിന്നെ എന്നെ അനസ്തേഷ്യ ഇട്ടു. ഞാൻ അന്നേരം തന്നെ അപ്പൊ പിന്നെ നമുക്ക് എന്താ നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല. സർജറി കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർജറിക്ക്. വേറെ ആരും ഇല്ലായിരുന്നു. നമുക്ക് നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പം അങ്ങനെ സർജറി കഴിഞ്ഞപ്പം ഈ മുഴ കൊണ്ടൊന്ന് കാണിച്ച് കെട്ടിയവനെ കാണിച്ചു. കെട്ടിയവൻ പറഞ്ഞു, എടീ ഈ കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞ ഉണങ്ങിയ തേങ്ങയില്ലേ നമ്മൾ ഈ എണ്ണ ആട്ടാൻ എടുക്കുന്ന ഉണ്ടത്തേങ്ങ, ആ തേങ്ങയുടെ വലിപ്പം ഉണ്ടായിരുന്നു 2 എണ്ണം. ആ സാധനം എടുത്തു കളഞ്ഞപ്പോഴത്തേന് എനിക്ക് എല്ലാത്തിനും സൈഡ് എഫക്ട് ഉണ്ടായിരുന്നു. കാരണം എന്റെ എല്ലാം കൂടുതലായിരുന്നു. അങ്ങനെ എനിക്ക് കാൽസ്യത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ ഇപ്പൊ നോർമൽ ആയിട്ട് അവരൊക്കെ ചെയ്ത്. പിന്നെ എല്ലാ 2 മാസം കൂടുമ്പോൾ എനിക്ക് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിനൊക്കെ ഞാൻ പോകുന്നുണ്ട്. പിന്നെ 100ന്റെ ഗുളിക രാവിലെ കഴിക്കുന്നുണ്ട്. എന്റെ തൈറോയിഡ് ഇതുവരെ ലെവലായിട്ടില്ല. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നേ ഉള്ളൂ. കാൽസ്യം നോർമലായി. കാൽസ്യം എനിക്ക് 6-7 മാസം ലോ ആയിരുന്നു. പിന്നെ ഗുളികയൊക്കെ കഴിച്ച് അത് ശരിയായി. അപ്പൊ എല്ലാരും നിങ്ങള് മുഴയൊന്നും വന്നാൽ വെച്ചോണ്ടിരിക്കരുത്. നമ്മുടെ കണ്ണിൽ പെടുന്ന അപ്പപ്പ കൊണ്ടുവന്ന് ചികിത്സിച്ച് കളഞ്ഞേക്കണം കേട്ടോ.